ഇന്ന് ഏട്ടൻ്റെ ഫ്രണ്ട് സനുമോൻ്റെ ബർത്ത്ഡേ ആണ്. ഉച്ചക്കത്തെ ഫുഡ് അവരുടെ ചിലവാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി ഗിഫ്റ്റായിട്ടൊരു ഷർട്ട് എടുത്തു. ഷർട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? 1 മണി കഴിഞ്ഞുകൊണ്ട് അപ്പൂസിന് വീട്ടിൽ നിന്ന് ചോറ് കൊടുത്തിട്ടാണ് നമ്മൾ പോയത്. പോകുന്ന വഴി അപ്പൂസിൻ്റെ ഉച്ചയുറക്കവും കഴിഞ്ഞു. അരൂരാണ് അവർ താമസിക്കുന്നത്. നമ്മൾ അവരുടെ വീടിനടുത്തേക്ക് ചെന്നപ്പോൾ അവരിത് നമ്മളെ കാത്തു വെക്കുന്നുണ്ട്. അവരെ ഫോളോ ചെയ്ത് പോകുന്നു, പക്ഷേ അവരുടെ വീട്ടിലേക്കല്ല, ബോട്ട് കെട്ടിയിലേക്കാണ്. അവരുടെ സ്കൂട്ടർ അവിടെ വെച്ചിട്ട് നമ്മൾ ഒന്നിച്ച് ജങ്കാറിന് പോവാണ്. ബോച്ചയുടെ ഹോട്ടലിൽ പോകുന്നതോടൊപ്പം ഞാൻ ഓർത്തത് ബോച്ചെ ടോഡി പബ്ബാണ് വൈപ്പിനിലുള്ളത്. ബോസ് കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഒരിക്കലും അവിടെ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ടോഡി പബ്ബിലേക്കല്ല പോകുന്നത്, ബോച്ചെ ഐലൻഡിലേക്കാണ്, കുമ്പളങ്ങിയിലുള്ള. വെയിലായിട്ടും ആദ്യത്തെ ജങ്കാർ യാത്ര ആസ്വദിക്കുകയാണ് ഈ രണ്ടുപേര്. അങ്ങനെ ജങ്കാർ ഇറങ്ങി ഇനി ബോച്ചെ ഐലൻഡിലേക്ക്. ഇപ്പം തന്നെ മണി 2 കഴിഞ്ഞു. നല്ല കാഴ്ചകളും കായലും ഒക്കെ ആസ്വദിച്ച് ബോച്ചെ ഐലൻഡിലെത്തി. പിള്ളേരെന്തായാലും ചെന്ന പാടെ ഊർന്നിറങ്ങലും ഊഞ്ഞാലാട്ടം ഒക്കെ ആയിരുന്നു. അവർക്ക് കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല. കുറേ റൈഡൊക്കെ പ്രവർത്തിക്കാതെ കിടക്കുന്നുണ്ട്. വൈപ്പിനിലെ ടോഡി പബ്ബിന്റെ അത്ര വൈബ് ഇവിടെ ഇല്ല, പക്ഷേ നല്ല ഫുഡും കാണാൻ ഭംഗിയുള്ള നല്ലൊരു സൈലന്റ് അറ്റ്മോസ്ഫിയർ ആണ്. നേരം ഇവിടെ എല്ലാം കറങ്ങി നടന്ന് കണ്ട ശേഷമാണ് നമ്മൾ ഫുഡിന് ഓർഡർ കൊടുക്കാൻ പോയത്. കുഞ്ഞു കുഞ്ഞു ഹട്ടുകളാണെല്ലാം. ഓരോ ഹട്ടിനും ഓരോ മീനിന്റെ പേരാണ്. കരിമീൻ, കാളാഞ്ചി. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഹട്ട് എടുത്തു, കാളാഞ്ചി. ഈ ഹട്ടിനകത്തിരുന്നിട്ടുള്ള ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, നല്ല രസമില്ലേ കാണാൻ. ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് പിന്നെ ഒരു 10-20 മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നു. അപ്പോഴാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തില്ല എന്ന് ഓർത്തത്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് എത്തി. സമയം 4 മണിയായി. മീൽസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കള്ളപ്പവും പൊറോട്ടയാണ് പറഞ്ഞത്. പക്ഷെ കുറച്ച് ചോറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫിഷ് ഫ്രൈ ആയിരുന്നു. ഇത് പിലോപ്പിയാണ്, സിലോപ്പി എന്നും പറയും. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഓരോ ജ്യൂസും മൊജേറ്റും ഒക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം കൂടെ അവിടെ കറങ്ങി നടന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് ഊഞ്ഞാലൊക്കെ ആക്കിയിട്ട് നമ്മൾ തിരിച്ചു പോന്നു. സമയം ഉണ്ടായിരുന്നു ഇതൊക്കെ പൊളിക്കാൻ. ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോകൂടെ. അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അപ്പൂസിൻ്റെ ഡ്രസ്സ് മാറ്റി. അപ്പൂസിന് ഇച്ചിരി വേർപ്പിൻ്റെ അസുഖമുണ്ട്. വേർത്തപ്പ ജലദോഷം. ജങ്കാറിൽ നമ്മൾ തിരിച്ചു പോരുകയാണ്. പോരുന്ന വഴി നമ്മൾ സനുമോൻ്റെ വീട്ടിൽ കയറി ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നു. അപ്പോഴേക്കും അപ്പൂസും ഹെൽഗയും കൂടി എല്ലാ കളിപ്പാട്ടും എടുത്ത് കളി തുടങ്ങി. 7 മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ടാറ്റ പറഞ്ഞു.